സാംസങ് കഴിഞ്ഞ വർഷം ഇറക്കിയ സാംസങ് ഗാലക്സി A52 ഫോൺ ഓർമ്മയുണ്ട്. 4G ഫോണായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫോണിന് ഒരു 5G വേരിയൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ സാംസങ് ആ ഒരു ഫോൺ ഇന്ത്യയിൽ ഇറക്കിയില്ല. ആ ഒരു ഫോണിൻ്റെ നെക്സ്റ്റ് പതിപ്പാണ് സാംസങ് ഗാലക്സി A53 5G. ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് എണ്ണത്തിൻ. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. വളരെ മിനിമലിസ്റ്റിക് പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. സോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഫോൺ മാറ്റി വെക്കാം. ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഫൈനലി സിം ഇജക്ടർ പിൻ. സോ ഈ ഫോണിൻ്റെ പാക്കറ്റിലും ചാർജർ വരുന്നില്ല. ഓക്കെ, എനിവേ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി A53 5G. 190 ഗ്രാം ആണ് വെയിറ്റ്, 8.1 mm ആണ് തിക്നെസ്. സോ വെയിറ്റും തിക്നെസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് കംഫർട്ടബിൾ ഫോണാണ്. അങ്ങനെ ഹെവി ആയിട്ടൊന്നും തോന്നുന്നില്ല, സ്ലിമ്മും ആണ്. സോ ആ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇഷ്യമൊന്നുമില്ല. ബാക്കും ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ്. ഫോണിൻ്റെ ബാക്ക് പാനൽ തന്നെ കർവായിട്ട് ക്യാമറ മോഡ്യൂളിലേക്ക് കയറി ചെല്ലുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇത്തവണ ഒരു പേപ്പർ ലൈക്ക് ഫിനിഷ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പം ട്രെൻഡിങ്ങായി മാറിയിരിക്കാൻ തോന്നി പേപ്പർ ലൈക്ക് ഫിനിഷ്. പല ഫോൺസിലും വരുന്നുണ്ട്. ഇവിടെയും ആ ഒരു ചെറിയ രീതിയിൽ റഫ് എന്ന മാറ്റ് ഫിനിഷും കൂടിയാണ്. ഒരു പേപ്പർ ലൈക്ക് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത്. ഒരു മിനിമലിസ്റ്റിക് ക്ലാസി ഡിസൈനിലാണ് വരുന്നത്. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് കളർ ഓപ്ഷൻസും വരുന്നുണ്ട്. അതായത് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ബ്ലൂ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഓപ്ഷനാണ് ബ്ലൂ. ഇത് കൂടാതെ ഒരു നാലാമത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഒരു പീച്ച് ഓറഞ്ച് കളർ വന്നിട്ടുണ്ട്. അതും നല്ലതാണ്. ഈ ഫോൺ IP67 വാട്ടർ പ്രൂഫ് റേറ്റിംഗുമായാണ് വരുന്നത്. സോ പുഴയാണെങ്കിലും മഴയാണെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോൺ മുക്കിയെടുക്കാം. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. മുക്കിയെടുത്താലും ഒരു ഇഷ്യൂ സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫി, അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാം. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലെഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 800 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ്. സാംസങ്ങിൻ്റെ ടിപ്പിക്കൽ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. നല്ല കളേഴ്സാണ്. സ്പെഷ്യലി ഡിസ്പ്ലേ അവരുണ്ടാക്കുന്ന ഡിസ്പ്ലേ ആണ്. അതുകൊണ്ടായിരിക്കും സാംസങ്ങിന് ഒരു മെയിൽ കൈ വരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നല്ല കളേഴ്സാണ്. വൈബ്രൻ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. വളരെ നല്ല വ്യൂയിങ് ആംഗിൾസും കിട്ടുന്നുണ്ട്. അതായത് മീഡിയ കൺസംഷൻ, യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, സിനിമകളും TV ഷോ ഒക്കെ കാണാൻ വേണ്ടി പറ്റിയൊരു ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ യൂട്യൂബിൽ 2K ആൻഡ് 4K പ്ലേ ബാക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഇതൊരു ചിപ്സെറ്റ് റെസ്ട്രിക്ഷൻ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിപ്സെറ്റിൻ്റെ ഓപ്റ്റിമൈസേഷൻ്റെ കുറവാവാം. സോ ഇനി ഭാവിയിൽ ചിലപ്പോൾ അപ്ഡേറ്റിലൂടെ 4K ആൻഡ് 2K പ്ലേ ബാക്ക് ഓപ്ഷൻ വരാനും സാധ്യതയുണ്ട്. പക്ഷേ എനിക്കൊരു അഷ്യൂരിറ്റി തരാൻ കഴിയില്ല. അതിനോടൊപ്പം തന്നെ ഇത്തവണ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഫീച്ചറും വരുന്നില്ല. സോ സാംസങ് ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല റിച്ച് സൗണ്ടാണ് വരുന്നത്. വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ടാണ് കിട്ടുന്നത് ഫോർ ഷുവർ. 64 മെഗാ പിക്സലിൻ്റെ സോണിയുടെ സെൻസറാണ് വരുന്നത്. സോ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ബാക്കി 3 ക്യാമറാസാണ് 12 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ്, 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ആൻഡ് ഫൈനലി 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ നല്ല സ്കിൻ ടോൺസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഡൈനാമിക് റേഞ്ച് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസിലും നല്ല എഡ്ജ് ഡിറ്റക്ഷൻ ആണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറും നല്ല നാച്ചുറൽ ആണ്. പോർട്രേറ്റ് മോഡ് ഓൺ ചെയ്താലും ഫേസിൽ അങ്ങനെ വെളുപ്പിക്കലും അല്ലെങ്കിൽ ഓവർ പ്രോസസ്സിംഗ് ഒന്നും വരുന്നില്ല. നല്ല സ്കിൻ ടോൺ ആണ്. പോർട്രേറ്റ് ഫോട്ടോസിലും നല്ല സ്കിൻ ടോൺസ് വരുന്നുണ്ട്. നോർമൽ ഫോട്ടോസിൽ സാംസങ്ങിൻ്റെ ടിപ്പിക്കൽ കളർ സയൻസ് ആണ് വരുന്നത്. അതായത് കളർ കാലിബ്രേഷൻ, പിന്നെ ആ ഒരു ഡൈനാമിക് റേഞ്ച് ഒക്കെ ഉണ്ടല്ലോ. നോർമലി സാംസങ് ഫോൺസിൽ കിട്ടുന്ന എക്സാക്ട്ലി ഡൈനാമിക് റേഞ്ച് ആണ് വരുന്നത്. ചെറിയ രീതിയിൽ ഐ പ്ലീസിങ് വൈബ്രൻസ് ഒക്കെ വരുന്നുണ്ട്. അതേ സമയത്ത് ചില ഫോട്ടോസിൽ വളരെ റെയർലി ചെറിയൊരു മെജൻറ്റ ടോൺ കയറി വരുന്നുണ്ടായിരുന്നു. നോർമലി സാംസങ് ഫോൺസിൽ വരാത്തതാണ്. അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. 12 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. നോർമലി 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ഒക്കെയാണ് വരുന്നത്. ഇവിടെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. 5 മെഗാ പിക്സൽ മാക്രോ ആയതുകൊണ്ട് ഡീറ്റെയിൽസ് കുറച്ച് കൂടുതലാണ് 2 മെഗാ പിക്സൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അങ്ങനെ വാവ് ഫാക്ടർ ഒന്നുമില്ല. ഡീസൻറ്റ് ആവറേജ് മാക്രോ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഞാൻ നൈറ്റ് ഫോട്ടോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. നല്ല നൈറ്റ് പ്രോസസ്സിംഗ് ആണ്. നോർമലി സാംസങ് ഫോൺസിൻ്റെ നൈറ്റ് മോഡ് പ്രോസസ്സിംഗ് നല്ലതായിരിക്കും. ഇവിടെയും നല്ല നൈറ്റ് പ്രോസസ്സിംഗ് വരുന്നുണ്ട്. ലൈറ്റൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഷാഡോസ് ആണെങ്കിലും ഹൈലൈറ്റ് ആണെങ്കിലും അത്യാവശ്യം ഡീറ്റെയിൽസ് തെളിഞ്ഞ് വരുന്നുണ്ട്. 4K 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. വീഡിയോസിൻ്റെ ക്ലാരിറ്റിയും കളർ സയൻസ് ഒക്കെ ഓക്കെ ആണ്. ഫോട്ടോസിൻ്റെ ആ ലെവലിലേക്ക് വരുന്നില്ല. ഓക്കെ, സോ ഫോട്ടോസ് കുറച്ചും കൂടി ബെറ്റർ ആണ്. വീഡിയോ ഈസ് ഓക്കെ. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ മറ്റ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വീഡിയോ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ സാംസങ്ങിൻ്റെ തന്നെ ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് ഫോൺസിൽ ഇതിനേക്കാളും ബെറ്റർ വീഡിയോ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫോണിൽ OIS അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾ ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ സ്റ്റെബിലിറ്റി കിട്ടും. നോർമലി OIS ആൻഡ് EIS ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നത്. ഇവിടെ 4Kയിൽ OIS മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും നല്ലൊരു സ്റ്റെബിലൈസേഷൻ 4Kയിൽ കിട്ടിയില്ല. പക്ഷേ 1080p
at 30 FPS നല്ല സ്റ്റെബിലൈസേഷൻ തന്നെ കിട്ടുന്നുണ്ട്. സെൽഫി ക്യാമറ പെർഫോമൻസ് ഇസ് ഓൾസോ ഗുഡ്. ഓക്കെ, നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സ്കിൻ ടോൺ ഒക്കെ നാച്ചുറൽ ആണ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. അത് പോർട്രേറ്റ് ആണെങ്കിലും നോർമൽ ഫോട്ടോസ് ആണെങ്കിലും ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസിലുള്ള സ്കിൻ നല്ലോണം തെളിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സെൽഫി വീഡിയോയിലും മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ 4K 30 FPS ആണ്. സോ സെൽഫി ക്യാമറയിലും 4K റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി വീഡിയോസ് തന്നെയാണ് എടുക്കുന്നത്. ഓബ്ജക്റ്റ് ഇറേസറിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫോട്ടോയിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഇറേസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ റീമാസ്റ്റർ ഫോട്ടോൻ്റെ ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഓട്ടോ എഡിറ്റിംഗ് ഫീച്ചറാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ സാമ്പിൾസ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് കാണാൻ കഴിയുന്നുണ്ട്. 6GB 8GB ആണ് 2 RAM വേരിയൻസ്. കൂടെ വരുന്ന സ്റ്റോറേജ് ആണ് 128GB. LPDDR4X RAM ആണ് കൊടുത്തിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ എക്സ്റ്റൻഡഡ് റാം പ്ലസ് ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് വരുന്നത്. സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസ് 1280 5G ചിപ്സെറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്, ഒക്ടാ കോർ ആണ്. 2.4 GHz 2 കോർട്ടെക്സ് A78 കോർസ് വരുന്നുണ്ട്. 2.0 GHz ക്ലോക്ക് സ്പീഡ് ഉള്ള 6 കോർട്ടെക്സ് A55 കോർസ് വരുന്നുണ്ട്. 10 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ 5Gൻ്റെ കണക്ടിവിറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും നിങ്ങളൊരു ഇഷ്യൂവും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ഓവറോൾ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലതാണ്. നോർമലി സാംസങ് ഫോൺസിൻ്റെ പെർഫോമൻസ് നല്ലതായിരിക്കും. പക്ഷേ ഇത്തവണ ചെറിയ രീതിയിൽ ജിറ്റേഴ്സും ലാഗ് എനിക്ക് ഫെയിൽ ചെയ്തു. ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. നോർമലി സാംസങ് ഫോൺസിൽ വളരെ സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് അവിടെ ഇവിടെ ചെറിയൊരു സംഭവം വരുമ്പോൾ നമ്മളത് നോട്ടീസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് പുതിയൊരു ചിപ്സെറ്റ് ആയതുകൊണ്ടുള്ള ഒരു സംഭവമാണ്. പുതിയൊരു ചിപ്സെറ്റ് വരുമ്പോൾ ഓപ്റ്റിമൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കാറുണ്ട്. എനിവേ സാംസങ് ഫർദർ അപ്ഡേറ്റിലൂടെ ഈ ചെറിയ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യണം. പക്ഷേ ഒരു കാര്യത്തിൽ എന്തായാലും സാംസങ് ഒരു തംസ് അപ്പ് കൊടുത്തേ പറ്റൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 വരുന്നുണ്ട് വിത്ത് ലേറ്റസ്റ്റ് One UI 4.1. സാംസങ് ഇത് എല്ലാ ഫോൺസിൽ തരുന്നുണ്ട്. സോ നമുക്കതൊരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് തോന്നാറില്ല. പക്ഷേ കോമ്പറ്റീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ശരിക്കും അത് നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്നത്. ഓക്കെ, അതിനോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ A സീരീസിൽ ആദ്യമായിട്ട് സാംസങ് 4 ഇയേഴ്സിൻ്റെ OS അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ മറ്റൊരു ബ്രാൻഡും ഈ ഒരു പ്രോമിസ് തരുന്നില്ല, അറ്റ്ലീസ്റ്റ് നിലവിൽ തരുന്നില്ല. പിന്നെ സാംസങ്ങിൻ്റെ ഒരു A സീരീസ് ഫോൺ ആയതുകൊണ്ട് നോർമലി കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്. സാംസങ് ഡെക്സ് ഒഴികെ ബാക്കി എല്ലാ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കേർണൽ ലെവൽ നോക്ക് സെക്യൂരിറ്റി, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ബേസ്ഡ് നോക്ക് സെക്യൂരിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. NFC-ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ സാംസങ് പേ യൂസ് ചെയ്യാം. സെക്യൂർ ഫോൾഡറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതേ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോട്ട്വെയർസും കൊടുത്തിട്ടുണ്ട്. കുറേ ബ്ലോട്ട്വെയർസ് വരുന്നുണ്ട്, എടുത്ത് കളയാൻ പറ്റും. സാംസങ് ഇനി മുതൽ ബ്ലോട്ട്വെയർസ് മാറ്റുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോഴും ബ്ലോട്ട്വെയർസ് ഒക്കെ വരുന്നുണ്ട്, എടുത്ത് കളയാം. ഈ ഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ ഹെവി ഗെയിമിംഗ് പെർഫോമൻസ് എനിക്ക് വളരെ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കാരണം AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ ക്ലോസ് ടു 3.8 ലാക്കിൻ്റെ AnTuTu സ്കോറാണ് കിട്ടുന്നത്. BGMI ഓപ്പൺ ചെയ്യുമ്പോൾ മാക്സിമം സ്മൂത്ത് ആൻഡ് ഹൈ ആണ് കിട്ടുന്നത്, 30 FPS. സോ നോർമൽ കാഷ്വൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സബ്വേ സർഫർ ആണെങ്കിൽ അല്ലെങ്കിൽ മീഡിയം ലെവൽ ഗെയിമിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഹെവി ഗെയിംസ് ഒക്കെ എടുക്കുമ്പോൾ സ്പെഷ്യലി BGMI അത്രയ്ക്കും ഹെവി അല്ല. ഇപ്പം ജംഗ്ഷൻ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. സ്റ്റിൽ BGMI അത്യാവശ്യം ഹെവി ഗെയിം തന്നെയാണ്. സോ BGMI ഗെയിമൊക്കെ എടുക്കുകയാണെങ്കിലും COD എടുത്താലും മീഡിയം ലെവൽ സെറ്റിങ്സ് ആണ് കാണിക്കുന്നത്. അതായത് HD ഹൈ, സ്മൂത്ത് ഹൈ ഒക്കെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ AnTuTu സ്കോർ വെച്ച് നോക്കുമ്പോൾ ഇനി അപ്ഡേറ്റിലൂടെ വന്നാലും ഒരു കറക്ഷൻ വന്നാലും മാക്സിമം അൾട്ര മാത്രമേ കിട്ടുകയുള്ളൂ. സാംസങ് ഗാലക്സി A52 ആൻഡ് A52s കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഇവിടെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഇവിടെ വരുന്നുണ്ട്. സോ അത് തീർച്ചയായിട്ടും ഒരു അപ്ഗ്രേഡ് ആണ്. ഓക്കെ, 1 day 1.5 day ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ട്. 25 വാട്ടിൻ്റെ സാംസങ്ങിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബോക്സിൽ ചാർജർ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ചാർജർ വരാത്തത് എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. LTE പ്ലസ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. സോ കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ 4G ഡ്യുവൽ 5Gൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 10 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചർ ആണെങ്കിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണെങ്കിലും രണ്ടും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നോ ഇഷ്യൂസ്, ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. വൈഫൈ കോളിംഗ് വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. അത് ടൈപ്പ് ചെയ്യുമ്പോഴും ബാക്കി UI-ലും അത് നല്ല രീതിയിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി വരാറുള്ള എല്ലാ സെൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈൻ്റെ സപ്പോർട്ടുണ്ട്. ഫൈനലി SAR വാല്യൂ ഇസ് അണ്ടർ ലിമിറ്റ്. ഈ ഫോണിൻ്റെ 6GB 128GB പ്രൈസാണ് 34,499 രൂപ. 8GB 128GB പ്രൈസാണ് 35,999. പിന്നെ 3000 രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫറും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, സാംസങ്ങിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നോർമലി ലോഞ്ചിൽ സാംസങ്ങിൻ്റെ പ്രൈസിങ് എപ്പോഴും കൂടുതലായിരിക്കും. അത് ഇതിൽ മാത്രമല്ല, ഈവൻ സാംസങ് A52s 5Gൻ്റെ പ്രൈസിങ് കൂടുതലായിരുന്നു. ഇപ്പം അത് വളരെ കറക്റ്റ് പ്രൈസിങ്ങിലാണ്, നല്ലൊരു ഫോൺ കൂടിയാണ്. സോ അതേ രീതിയിൽ ഇതും പ്രൈസ് കുറയും, ദാറ്റ്സ് ഫോർ ഷ്യൂർ.
സോ നിങ്ങൾക്കൊരു സാംസങ് ഫോൺ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ഓഫർ ഈടാക്കുക, അല്ലെങ്കിൽ ഓഫർ ടൈംസിൽ വാങ്ങുക. അതല്ല ക്യാഷ് ഉണ്ടെങ്കിൽ ഇപ്പോഴും വാങ്ങാം. എൻ്റെ ഒരു സജഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതിൻ്റെ പ്രൈസിങ് ഇതായതുകൊണ്ട് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാവുന്നത് സാംസങ്ങിൻ്റെ ഫോൺസ് തന്നെയാണ്. A52s 5G നോക്കുകയാണെങ്കിൽ അതൊരു A സീരീസ് ഫോണാണ്. ഇവിടെ വരുന്ന മിക്ക എല്ലാ ഫീച്ചേഴ്സ് അവിടെയും വരുന്നുണ്ട്. അവിടെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ബോക്സിൽ ചാർജറും കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തിനേറെ സാംസങ്ങിൻ്റെ സ്വന്തം സാംസങ് ഗാലക്സി S20 FE 5G ഓഫർ സമയത്തൊക്കെ 35,000 36,000 കിട്ടുന്നുണ്ട്. ഇതേ പ്രൈസിൽ കിട്ടുന്നുണ്ട്. ഇപ്പം 40,000 ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ കിട്ടുന്ന പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അഡീഷണൽ ആയിട്ട് സാംസങ് തന്നിട്ടുണ്ട്. എൻ്റെ റെക്കമെൻഡേഷൻ ആയിരിക്കും എല്ലാ ഓപ്ഷൻസും നോക്കുക, എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.